കളവ് പറയരുത്. വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കളവ് പറയരുത്. സ്കോളർഷിപ്പിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത്. സ്കോളർഷിപ്പിന് ഒരു നിയമമുണ്ട്, ഇത്ര വരുമാനം ഉള്ള ആളുകൾക്കേ ഉള്ളൂ. അല്ലാഹു തആല തന്നത് എന്തിനാ നമ്മൾ കുറക്കുന്നത്? ചില ആളുകൾ ഇങ്ങോട്ട് കിട്ടാൻ ആണ് വകുപ്പെങ്കിൽ അവിടെ എന്തും പറയാന്നാണ് ചില ആൾക്കാരല്ലേ അല്ലേ? കാർഡുമല്, റേഷൻ കാർഡുമല് കൂടുതൽ അരി കിട്ടുന്ന കാർഡാണ് നമുക്ക് കിട്ടേണ്ടതെന്നാണ് പലർക്കും മോഹം. അയാൾക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല. എന്നിട്ട് അവിടെ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഫോമിലും മറ്റൊക്കെ എഴുതുന്നു വാർഷിക വരുമാനം 3000. എത്ര പൂജ കുറച്ച് പാടില്ല സഹോദരങ്ങളെ. നമുക്ക് അല്ലാഹു തആല തന്ന ഈ നിയമത്ത് മറച്ചു വെച്ചിട്ട് എന്തിനാ എഴുതുന്നത്? അപ്പൊ കുട്ടിക്ക് സ്കോളർഷിപ്പിനാണെങ്കിൽ ഇത്ര വരുമാനം എഴുതണം. അതില് വേണ്ട, അർഹത ഉള്ളവർ മാത്രം വാങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. എന്തിനാ ബുദ്ധിമുട്ട്? അർഹത ഉള്ളവർക്കുള്ളതല്ലേ, അവര് വാങ്ങിക്കോട്ടെ. നമുക്ക് അല്ലാഹു തആല ഒരു ഉയർന്ന സ്റ്റേജാ തന്നെങ്കിൽ അൽഹംദുലില്ലാ എന്ന് എത്ര പറഞ്ഞാലും മതിയാക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹ് എന്ന നിയമത്തല്ലേ, എന്തിനാണ് മറച്ചു വെക്കുന്നത്? അല്ലാഹു തആല എന്ന നിയമത്തിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനാ കുറവ് കാണിക്കുന്നത്? ഫക്കീറല്ലാത്തവൻ കിട്ടുന്നിടത്തൊക്കെ ഫക്കീറ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേടാണ്. പടച്ച റബ്ബ് പറയുന്നു, മനുഷ്യ നിന്നെ ഞാൻ നല്ല സമ്പന്നനാക്കിയിട്ട് കിട്ടുമെന്ന് കാണുമ്പോ എന്തൊക്കെയാ നീ പറയുന്നത്, എന്തൊക്കെയാ പൂരിപ്പിക്കുന്നത്? ഞാൻ ചെയ്ത നിയമത്ത് നീ പാടെ മറന്നുവോ? ഇഷ്ടം പോലെ നിനക്ക് തന്നിട്ട് നീ അത് ഇല്ലാന്ന് പറയുകയാണോ? ശരിയല്ല എന്ന് പറയുകയാണോ? കിട്ടുന്നിടത്ത് നീ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ, ശരി മാത്രമല്ലേ പറയേണ്ടത്.